ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ രാഘവേട്ട. ആർക്കാ കൊടുക്കാനെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപയും കൊണ്ടാ പോയിരിക്കുന്നത്. ആർക്കാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ പണമിടപാട് എങ്ങനെയൊക്കെ വേണം അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാലത്ത് വർഷങ്ങളായിട്ട് അവൻ ചെയ്തോണ്ടിരുന്ന ജോലിയല്ലേ ഇത്. അല്ല, അതിനൊരു ഗ്യാപ്പ് ഒന്നല്ലേ ഉള്ളൂ. കാശിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് അവൻ ചെയ്തോളും. അതിന്റെ കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കണ്ട. രാഘവേട്ട, എനിക്ക് അവന്റെ പെരുമാറ്റത്തിലെ പ്രശ്നമുള്ളൂ. സുഖമില്ലെന്നും ഡോക്ടറെ കാണിക്കണമെന്നും ഒക്കെ ശാലിനി പറയുന്ന കേട്ടു. പോകുന്ന പോക്കിൽ എന്റെ ചെടിച്ചെട്ടുകളും ഇടിച്ച് നശിപ്പിക്കേണ്ടതായിരുന്നു. രാഘവേട്ട, ഞാനൊന്ന് ശാലിനി വിളിക്കട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടോന്നൊന്ന് ചോദിക്കാലോ. സ്വന്തം താല്പര്യത്തിൽ എന്തായാലും അവൻ പോയില്ല. ആരെങ്കിലും പിടിച്ചു പിടിയാലെ കൊണ്ടുപോയാലേ കാര്യം നടക്കും. സത്യമയാണല്ലോ. ഇനിയും വിവരം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ? എന്താ പറയണ്ടേ? ആ സത്യമേ പറഞ്ഞു. ആ മോളെ, വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് സത്യമേ ചിലപ്പോ റേഞ്ച് ഇല്ലാഞ്ഞിട്ടായിരിക്കും. ആ മോളെ, രാവിലെ പറഞ്ഞില്ലായിരുന്നോ അവനെ ഡോക്ടറെ കാണിക്കണമെന്ന്? ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നോ? അവനായിട്ട് പോകത്തില്ല, നീ നിർബന്ധിച്ച് കൊണ്ടുപോകണം. അത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്നാ ഞാൻ വെക്കട്ടോ? അല്ല സത്യമേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? പേടിക്കാനൊന്നുമില്ല. വിഷ്ണുട്ടനെ സത്യമേ വിളിച്ചിട്ട് കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വിഷ്ണുട്ടൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ. പോലീസ് കസ്റ്റഡിയിലോ? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ മാത്രം അവൻ എന്ത് കുറ്റാ ചെയ്തത്? അയ്യോ അയ്യോ, ഇത് ആരെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കിയതായിരിക്കും. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത്. രാഘവേട്ട, വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണെന്ന്. നീ ഫോൺ ചെയ്യുന്നേ മോളെ. എന്താ സംഭവിച്ചേ? വിഷ്ണു ഇപ്പൊ ലോക്കപ്പിലാന്നോ? അച്ഛാ, ഇതൊരു കള്ളക്കേസാണ്. ഞാൻ അർജുനേട്ടനുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് വിഷ്ണുവേട്ടനെ ഇറക്കാനുള്ള ഒരുക്കത്തിലാ. എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതിലൊരു സംശയം വേണ്ട. ശരി മക്കളെ, മക്കൾ വിളിച്ചാൽ മതി. ശാലിനി അർജുനോട്ട് സംസാരിച്ചിട്ടേ ഇന്ന് ഇറക്കാന്ന് പറഞ്ഞു. അയ്യോ, അതൊക്കെ ഇനി എപ്പോ നടക്കാനാ? നമുക്ക് നമ്മുടെ MLA ശശിധർ സാറിനെ ഒന്ന് വിളിച്ചാലോ? വിഷ്ണുവിനെ രക്ഷിക്കാൻ ഉറപ്പ് നൽകിയിരിക്കുന്നതേ ജില്ലാ കളക്ടറാ. ഇതിൽ പരം വേറൊരു ഉറപ്പ് നമുക്ക് എടുത്തിട്ടാനാ. എന്നാലും രാഘവേട്ട, അത് ഭാമേ, നീ സമാധാനിട്ടിരിക്കേ. എല്ലാ കാര്യങ്ങളും ശാലിനി നോക്കോളും. അവന് ഇറക്കുമെന്ന് അവള് പറഞ്ഞാ അവൾ ഇറക്കിയിരിക്കും. എന്നാലും രാഘവേട്ട, എന്റെ മനസ്സമാധാനത്തിനെ ഒന്ന് വിളിക്കുന്നത്. എന്റെ കൃഷ്ണ, ഒന്നിന് പറയാൻ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുവാന്നല്ലോ. പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനുള്ള കരുത്തിലേക്ക് തരണേ ഭഗവാനെ.